Hello dear students, welcome to Math Root. We will lecture discuss Mobius transformation and definitions. Okay. So, theorem. A Mobius transformation takes circles onto circles. This is a theorem. Theorem idea is circles Mobius transformations map. We have in the previous lecture circles mean straight lines. Okay. So, straight lines like map either Mobius transformation map. Okay. Proof. Let gamma be any circle in C infinity and let S be any Mobius transformation. Okay. Extended complex plane C infinity la circle. That is a straight line ആണ് gamma. Okay. Therefore, S എന്താണ് ഒരു Mobius transformation ആണ്. Okay. Let Z2, Z3, Z4 be three distinct points on gamma. Okay. ഈ straight line ഉള്ള മൂന്ന് distinct points ആണ് എന്ത് Z2, Z3 and Z4. Okay. Put omega 2 equal to S of Z2, omega 3 equal to S of Z3 and omega 4 equal to S of Z4. Okay. നമ്മൾ Z2 ന്റെ ഇമേജ് S of Z2 നെ omega 2 എന്ന് പുട്ട് ചെയ്യുക. അതേപോലെ Z3 ന്റെ ഇമേജ് S of Z3 നെ omega 3 എന്ന് ഡിനോട്ട് ചെയ്യുക. അതേപോലെ S of Z4 നെ Z4 ന്റെ ഇമേജ് S of Z4 നെ omega 4 എന്ന് ഡിനോട്ട് ചെയ്യുക. Okay. Then we have omega 2, omega 3, omega 4 determine a circle gamma dash. ഇങ്ങനെയാണ് നമ്മൾ ജിയോമെട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. മൂന്ന് പോയിന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. സോ ഈ മൂന്ന് പോയിന്റ്സ് എന്ത് ഡിറ്റർമിൻ ചെയ്യും ഒരു പുതിയ സർക്കിൾ അതായത് ഒരു പുതിയ സ്ട്രെയിറ്റ് ലൈൻ ഗാമ ഡാഷ് ഡിറ്റർമിൻ ചെയ്യും. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടേ ഈ ഗാമേന്റെ ഇമേജ് എന്താണ് ഗാമ ഡാഷ് ആണെന്ന് കാണിക്കണം. അണ്ടർ വിച്ച് മാപ്പ് ദിസ് മോബിയസ് മാപ്പ് എസ്. ഓക്കെ. സോ ഈ ഗാമ എന്നുള്ള സർക്കിളിന്റെ അതായത് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇമേജ് എന്താണ് ഗാമ ഡാഷ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ദാറ്റ് മീൻസ് അവർ ക്ലെയിം ഈസ് എസ് ഓഫ് ഗാമ ഈക്വൽ ടു ഗാമ ഡാഷ്. ഓക്കെ. സോ നമ്മുടെ ക്ലെയിം എസ് ഓഫ് ഗാമ ഈക്വൽ ടു ഗാമ ഡാഷ് എന്നാണ്. ഓക്കെ. ഫോർ എനി സെറ്റ് ബിലോങ്സ് ടു സി ഇൻഫിനിറ്റി ബൈ എ പ്രീവിയസ് പ്രൊപ്പോസിഷൻ വി ഹാവ് ക്രോസ് റേഷ്യോ ഓഫ് സെറ്റ് Z2, Z3, Z4 ഈക്വൽ ടു എസ് ഓഫ് സെറ്റ്, എസ് ഓഫ് Z2, എസ് ഓഫ് Z3, എസ് ഓഫ് Z4. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യുക എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ സി ഇൻഫിനിറ്റി ഏതെങ്കിലും ഒരു പോയിന്റ് Z നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ. സോ നമുക്കൊരു പ്രീവിയസ് പ്രൊപ്പോസിഷൻ ഉണ്ട്. ഓക്കെ. നമ്മൾ ഏതെങ്കിലും മൂന്ന് പോയിന്റ്സ് Z2, Z3, Z4 നമ്മൾ ചൂസ് ചെയ്താൽ ഓക്കെ. അതേപോലെ S എന്താണ് ഏതെങ്കിലും ഒരു മോബിയസ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഈ രണ്ട് ക്രോസ് റേഷ്യോയും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും നമുക്ക് എന്തുണ്ട് ഒരു പ്രീവിയസ് പ്രൊപ്പോസിഷൻ ഉണ്ട്. ഓക്കെ. സോ Z2, Z3, Z4 എന്താണ് ത്രീ ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ആണ്. എസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു മോബിയസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റ് നമ്മൾ ചൂസ് ചെയ്താൽ ഈ രണ്ട് ക്രോസ് റേഷ്യോയും ഈക്വൽ ആയിരിക്കും നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ആ പ്രൊപ്പോസിഷൻ പ്രകാരം ഈ രണ്ട് ക്രോസ് റേഷ്യോ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ എസ് ഓഫ് Z2 എന്താ പുട്ട് ചെയ്തത് ഒമേഗ 2, എസ് ഓഫ് Z3 ഒമേഗ 3, എസ് ഓഫ് Z4 ഒമേഗ 4. ഓക്കെ. സോ ദാറ്റ് മീൻസ് ഈ രണ്ട് ക്രോസ് റേഷ്യോ എന്താണ് ഈക്വൽ ആണ്. ഓക്കെ. ഇത് നമ്മൾ ജസ്റ്റ് ഈക്വേഷൻ നമ്പർ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ. അഗൈൻ ബൈ പ്രീവിയസ് പ്രൊപ്പോസിഷൻ ഇഫ് Z ഈസ് ഓൺ ഗാമ ദെൻ Z2, Z3, Z4 ഈസ് റിയൽ. ഓക്കെ. സോ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രീവിയസ് പ്രൊപ്പോസിഷൻ പ്രകാരം മറ്റൊരു പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ. ഗാമ എന്താണ് ഗാമയിലുള്ളൊരു പോയിന്റ് ആണ് Z എങ്കിൽ എന്തായിരിക്കും Z2, Z3, Z4 എന്തായിരിക്കും റിയൽ ആയിരിക്കും. ഓക്കെ. സോ ഇതിന്റെ മീനിങ് എന്താ ഇത് റിയൽ ആയാൽ ഇതെന്തായിരിക്കണം റിയൽ ആയിരിക്കണം. കാരണം എന്താ ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ രണ്ട് ക്രോസ് റേഷ്യോ ഈക്വൽ ആണ്. സോ ഈ ക്രോസ് റേഷ്യോ റിയൽ ആണെങ്കിൽ ഇതെന്തായിരിക്കും റിയൽ ആയിരിക്കും. ഓക്കെ. ഇനി ഇത് റിയൽ ആണെന്ന് പറഞ്ഞ മീനിങ് എന്താ റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞ മീനിങ് ഈ നാല് പോയിന്റ്സ് എവിടെ ഉണ്ട് ഗാമ ഡാഷിലുണ്ട്. എഗെയിൻ യൂസിങ് ദിസ് പ്രീവിയസ് പ്രൊപ്പോസിഷൻ. ഓക്കെ. സോ ഈ നാല് പോയിന്റ്സും ഗാമ ഡാഷിലുണ്ടെങ്കിൽ എസ് ഓഫ് സെറ്റ് എവിടെ ഉണ്ട് ഗാമ ഡാഷിലുണ്ട്. ഓക്കെ. സോ നമ്മൾ സെറ്റ് എവിടുത്തെ പോയിന്റ് ആയിട്ടാണ് ചൂസ് ചെയ്തിരുന്നത് സെറ്റ് ഗാമയിലത്തെ പോയിന്റ് ആണെങ്കിൽ എസ് ഓഫ് സെറ്റ് എവിടുത്തെ പോയിന്റ് ആണ് ഗാമ ഡാഷിലെ പോയിന്റ് ആണ്. ഓക്കെ. സോ എസ് ഓഫ് ഗാമ ഈക്വൽ ടു എന്തായിരിക്കും ഗാമ ഡാഷ് ആയിരിക്കും. ഓക്കെ.
next definition. Let gamma be a circle through points z2, z3, z4. ഗാമയിലുള്ള അതായത് ഗാമ എന്നുള്ള സർക്കിൾ അതായത് സ്ട്രേറ്റ് ലൈനുള്ള 3 പോയിന്റ്സ് ആണ് എന്ത് z2, z3, z4. ഓക്കെ. The points z, z star in C infinity are said to be symmetric with respect to gamma if cross ratio of z star, z2, z3, z4 equal to cross ratio of z2, z3, z4 conjugate. So z2, z3, z4 എന്താണ് ഈ സ്ട്രേറ്റ് ലൈൻ ഗാമയിലുള്ള 3 പോയിന്റ്സ് ആണ്, ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ആണ്. ഇനി എക്സ്റ്റെൻഡഡ് പ്ലെയിൻ സി ഇൻഫിനിറ്റിയുള്ള 2 പോയിന്റ്സ് z, z സ്റ്റാർ. ഓക്കെ, ഈ 2 പോയിന്റ്സിന് സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ ഓക്കെ വിത്ത് റെസ്പെക്ട് ടു വിച്ച് കർവ് ഗാമ എന്നുള്ള സ്ട്രേറ്റ് ലൈന് അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ ഈ 2 പോയിന്റ്സിന് സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ ഈ 2 ക്രോസ് റേഷ്യോ എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതായത് z സ്റ്റാർ, z2, z3, z4 ഈ ക്രോസ് റേഷ്യോ ഈക്വൽ ടു z2, z3, z4 കോൺജുഗേറ്റ്. ഓക്കെ, അത് ഈ 2 ക്രോസ് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ സി ഇൻഫിനിറ്റിയുള്ള ഈ 2 പോയിന്റ്സ് സെറ്റും z സ്റ്റാറും എന്ത് പറയും സിമെട്രിക് ആണെന്ന് പറയും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദി കർവ് ഗാമ. ഓക്കെ, ഒരു റിമാർക്കാണ് എ പോയിന്റ് z ഈസ് സിമെട്രിക് ടു ഇറ്റ് സെൽഫ് വിത്ത് റെസ്പെക്ട് ടു ഗാമ ഇഫ് ആൻഡ് ഓൺലി ഇഫ് z ബിലോങ്സ് ടു ഗാമ. ഓക്കെ, ഒരു പോയിന്റ് ഓക്കെ സി ഇൻഫിനിറ്റി ഉള്ള ഒരു പോയിന്റ് z അത് അതേ പോയിന്റിന് തന്നെ സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ് ആ പോയിന്റ് എവിടെ ഉണ്ടായിരിക്കണം ആ കർവിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേ പോയിന്റിന് തന്നെ സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ സിമെട്രിക്കിന്റെ ജോമെട്രിക്കൽ ഐഡിയ എന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സ്റ്റെൻഡഡ് പ്ലെയിൻ സി ഇൻഫിനിറ്റി ഉള്ള 2 പോയിന്റ്സ് സെറ്റും z സ്റ്റാറും അത് സിമെട്രിക് ആണെന്ന് പറഞ്ഞതിൻ്റെ ജോമെട്രിക്കൽ ഐഡിയ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗാമ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതിന് സർക്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ എന്താണ് നമ്മുടെ z ആണ്, ഇതെന്താണ് z സ്റ്റാർ ആണ്. ഓക്കെ, ഇനി കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം സെറ്റും z സ്റ്റാറും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഗാമയിൽ സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്രയാണ് സെറ്റിനെയും z സ്റ്റാറിനെയും കണക്ട് ചെയ്യുന്ന ലൈന്. ഓക്കെ, സെറ്റിനെയും z സ്റ്റാറിനെയും കണക്ട് ചെയ്യുന്ന ലൈന് എന്തായിരിക്കണം ഈ ഗാമക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് സെറ്റിനെയും z സ്റ്റാറിനെയും കണക്ട് ചെയ്യുന്ന ലൈന് ഈ ഗാമക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതേപോലെ ഈ ലൈനിൻ്റെ സെറ്റിലേക്കുള്ള ഡിസ്റ്റൻസും z സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കണം സെയിം ആയിരിക്കണം. അതേപോലെ ഈ ലൈനിൻ്റെ 2 സൈഡിലായിരിക്കണം എന്ത് സെറ്റും z സ്റ്റാറും. ഓക്കെ, z ഇവിടെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം z സ്റ്റാർ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റൂ സെറ്റും z സ്റ്റാറും വിത്ത് റെസ്പെക്ട് ടു ഗാമയിൽ സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടീഷൻസ് ഇതൊക്കെയാണ്. സെറ്റിനെയും z സ്റ്റാറിനെയും ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈന് ഗാമക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, അതേപോലെ ഈ ഡിസ്റ്റൻസും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം. അതേപോലെ z ഈ സൈഡിലാണെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം ആര് z സ്റ്റാർ. ഓക്കെ, നെക്സ്റ്റ് സിമെട്രി പ്രിൻസിപ്പിൾ. ഇഫ് എ മോബിയസ് ട്രാൻസ്ഫോർമേഷൻ T takes a circle gamma 1 onto the circle gamma 2, then any pair of points symmetric with respect to gamma 1 are mapped by T onto a pair of points symmetric with respect to gamma 2. ഓക്കെ, അതായത് ഇത് പറഞ്ഞ എത്രയാണ്. ഓക്കെ, ഒരു മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ T ഉണ്ട്. ഓക്കെ, അത് ഗാമ 1 എന്നുള്ള ലൈൻ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു സ്ട്രേറ്റ് ലൈനിലെ ഗാമ 2ലേക്ക് മാപ്പ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് T ഓഫ് ഗാമ 1 എന്താണ് ഗാമ 2 ആണ്. ഓക്കെ, then any pair of points symmetric with respect to gamma 1. ഇനി ഗാമ 1നോട് സിമെട്രിക് ആയിട്ടുള്ള ഏതെങ്കിലും 2 പോയിന്റ്സ് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗാമ 1നോട് സിമെട്രിക് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണെന്ത് z1 z2 എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഗാമ 1നോട് സിമെട്രിക് ആയിട്ടുള്ള ഏതെങ്കിലും 2 പോയിന്റ്സ് ആണ് z1 z2. ഓക്കെ, ആർ മാപ്ഡ് ബൈ T onto a pair of points with respect to ഗാമ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാപ്പ് T
ഈ Z1 Z2 എങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നത്? ഗാമ 2മായിട്ട് സിമെട്രിക് ആയിട്ടുള്ള മറ്റ് രണ്ട് പോയിന്റ്സിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗാമ 1 ഗാമ 2 എന്താണ്? രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, ദാറ്റ് മീൻസ് രണ്ട് സർക്കിൾസ് ആണ്. ഓക്കെ, ടി എന്താണ്? ഒരു മൊബിയസ് മാപ്പാണ്. ഓക്കെ, ഇനി ടി ഓഫ് ഗാമ 1 എന്താണ്? ഗാമ 2 ആണ്. ഓക്കെ, ഇനി ഗാമ 1ഉമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് അത് Z1 Z2 എന്താണ്? രണ്ട് സിമെട്രിക് പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടി Z1 Z2 എന്നുള്ള പോയിന്റ്സിന് എങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുക? ഗാമ 2ഉമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് സിമെട്രിക് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടി ഓഫ് Z1 എന്തായിരിക്കും? ω1 ആയിരിക്കും. അതേപോലെ ടി ഓഫ് Z2 എന്തായിരിക്കും? ω2 ആയിരിക്കും. അതേപോലെ ω1 ω2 എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു ഗാമ 2ൽ എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഓക്കെ, പ്രൂഫ് Z2 Z3 Z4 ബിലോങ്സ് ടു ഗാമ 1. ഓക്കെ, ഗാമ 1 എന്നുള്ള സ്ട്രേറ്റ് ലൈനിലുള്ള 3 പോയിന്റ്സ് ആണ് Z2 Z3 Z4. അസ്യൂം ദാറ്റ് ടി ഓഫ് ഗാമ 1 ഈക്വൽ ടു ഗാമ 2. ടി എന്താണ്? മൊബിയസ് മാപ്പാണ്. അത് ഗാമ 1നെ ഗാമ 2ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ദാറ്റ് Z and Z star are symmetric with respect to gamma 1. ഈ Z ഉം Z സ്റ്റാറും രണ്ട് പോയിന്റ്സ് ആണ് സി ഇൻഫിനിറ്റിയിലെ. അതെന്താണ്? വിത്ത് റെസ്പെക്ട് ടു ഗാമ 1ന് എന്താണ്? സിമെട്രിക് പോയിന്റ്സ് ആണ്. ഓക്കെ, ആൻഡ് ബൈ യൂസിങ് എ പ്രീവിയസ് പ്രൊപ്പോസിഷൻ ക്രോസ് റേഷ്യോ ഓഫ് ടി ഓഫ് Z സ്റ്റാർ T of Z2 T of Z3 T of Z4 equal to cross ratio of Z star Z2 Z3 Z4. നമുക്കറിയാം നമ്മൾ 3 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് Z2 Z3 Z4 ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടി എന്താണ്? ഒരു മൊബിയസ് മാപ്പ് ആണെങ്കിൽ ഈ രണ്ട് ക്രോസ് റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഫോർ എനി Z എന്നായിരുന്നു പ്രീവിയസ് പ്രൊപ്പോസിഷൻ. ഇവിടെ നമ്മൾ Z ന് പകരം Z സ്റ്റാർ ആണ് യൂസ് ചെയ്തത്. ഓക്കെ, സോ ഈ രണ്ട് ക്രോസ് റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതേപോലെ എന്താണ്? Z ഉം Z സ്റ്റാറും സിമെട്രിക് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്പിൽ നിന്ന് ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? ഈ Z2 Z3 Z4 കോൺജുഗേറ്റിന് ഈക്വൽ ആയിരിക്കും. അത് എന്തിന്റെ ഡെഫിനിഷനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് എത്തിയത്? സിമെട്രിക് ആണ്. Z ഉം Z സ്റ്റാറും വിത്ത് റെസ്പെക്ട് ടു ഗാമ 1ന് സിമെട്രിക് ആണ് എന്ന ഡെഫിനിഷൻ യൂസ് ചെയ്ത് നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് എത്തി. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ഈക്വൽ ആകുമ്പോൾ ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിന് റീസൺ എന്താ? നമുക്കറിയാം Z Z2 Z3 Z4 ഓൾ കോൺജുഗേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് കോൺജുഗേറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇതിന് ഈക്വൽ ആണ്. അതേപോലെ ഇതിന് ഈക്വൽ ആണ്. ഇതിന് ഈക്വൽ ആണെങ്കിൽ ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ക്രോസ് റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്താ കിട്ടിയത്? ദിസ് ക്രോസ് റേഷ്യോ ഈക്വൽ ടു ദിസ് ക്രോസ് റേഷ്യോ. ഓക്കെ, ദിസ് ഇംപ്ലൈസ് എന്താണ്? ടി ഓഫ് Z ആൻഡ് ടി ഓഫ് Z സ്റ്റാർ ആർ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ഗാമ 2. ഓക്കെ, സോ ടി ഓഫ് Z ഉം അതേപോലെ ടി ഓഫ് Z സ്റ്റാറും എന്താണ്? സിമെട്രിക് ആണ് വിത്ത് റെസ്പെക്ട് ടു ഏത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഗാമ 2. ഓക്കെ, സോ ടി എന്ന മാപ്പ് എന്താണ്? ഗാമ 1ന് അസോസിയേറ്റഡ് ആയിട്ട് സിമെട്രിക് ആയിട്ടുള്ള ഏത് രണ്ട് പോയിന്റ്സിനെയും ഗാമ 2നോട് അസോസിയേറ്റഡ് ആയിട്ട് സിമെട്രിക് ആയിട്ടുള്ള പോയിന്റ്സിലേക്കായിരിക്കും ടി മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് പ്രൂഫ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡെഫിനിഷനാണ് ഓറിയന്റേഷൻ. ഇഫ് ഗാമ ഈസ് എ സർക്കിൾ then an orientation for gamma is an ordered triplet Z1, Z2, Z3 such that each Zj belongs to gamma. Okay. Gamma എന്നുള്ള എന്താണ്? ഒരു സർക്കിൾ ആണ്. That means ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി ഗാമക്കുള്ള ഒരു ഓറിയന്റേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ ഒരു ഓർഡേർഡ് ട്രിപ്ലെറ്റിനെയാണ് നമ്മൾ ഗാമക്കുള്ള ഒരു ഓറിയന്റേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, കണ്ടീഷൻ എന്താണ്? ഓരോ പോയിന്റ്സും എന്തായിരിക്കണം? ഗാമയിൽ ഉണ്ടായിരിക്കണം. അതായത് ഇതിന്റെ മീനിങ് അതാണ്, നമുക്ക് Z1 Z2ലേക്ക് ഒരു പോകാൻ പറ്റണം, അതേപോലെ Z2 Z3യിലേക്ക് പോകാൻ പറ്റണം. ഓക്കെ, ഇതിനാണ് നമ്മൾ ഒരു സർക്കിളിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, ഓറിയന്റേഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, let gamma 1 and gamma 2 be two circles in C infinity and let T be a Mobius transformation such that T of gamma 1 equal to gamma 2. നമ്മുടെ എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ C ഇൻഫിനിറ്റിയിലുള്ള രണ്ട് സർക്കിൾസ് ആണ് എന്ത്? ഗാമ 1ഉം ഗാമ 2. ഓക്കെ, രണ്ട് സർക്കിൾസ് ആണ്. ഇനി ടി എന്താണ്? ഒരു മോബിയസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ടി ഗാമ 1നെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? ഗാമ 2ലേക്ക് മാപ്പ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ടി ഓഫ് ഗാമ 1 ഈക്വൽ ടു ഗാമ 2. Let Z1, Z2, Z3 be an orientation for gamma 1. ഈ ഗാമ 1 എന്നുള്ള സർക്കിളിന്റെ ഒരു ഓറിയന്റേഷൻ ആണ് എന്ത്? Z1, Z2, Z3. ഓക്കെ,
അങ്ങനെയാണ് നമുക്കറിയാൻ പറ്റും എന്ത് അണ്ടർ ദിസ് മാപ്പ് ഗാമ 2ന്റെ ഓറിയന്റേഷൻ എന്തായിരിക്കും TZ1, TZ2, TZ3 ആയിരിക്കും. ഓക്കെ. Then T takes the right side and left side of gamma 1 onto the right side and left side of gamma 2 with respect to the orientation T of Z1, T of Z2, T of Z3. അങ്ങനെയാണെങ്കിൽ ഓക്കെ Z1, Z2, Z3 എന്നുള്ളത് ഗാമ 1ന്റെ ഓറിയന്റേഷൻ ആണെങ്കിൽ T എന്നുള്ള മാപ്പ് ഗാമ 1ന്റെ ലെഫ്റ്റ് സൈഡിന് എങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നത് ഗാമ 2ന്റെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. അതേപോലെ ഗാമ 1ന്റെ റൈറ്റ് സൈഡിനെ T എങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നത് ഗാമ 2ന്റെ റൈറ്റ് സൈഡിലേക്കായിരിക്കും. ഓക്കെ. എന്തുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഗാമ 2ന്റെ ഓറിയന്റേഷൻ ഇതാണെങ്കിൽ ഓക്കെ ഇതാണ് ഓറിയന്റേഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദി മോബിയസ് ട്രാൻസ്ഫോർമേഷൻ വിച്ച് മാപ്സ് the points z1 equal to 0, z2 equal to minus I, z3 equal to minus 1 on to the points w1 equal to I, w2 equal to 1, w3 equal to 0 respectively. അതായത് 0, minus I, minus 1 എന്നുള്ള ഈ പോയിന്റ്സിനെ I1, 0ലേക്ക് മാപ്പ് ചെയ്യുന്ന മോബിയസ് ട്രാൻസ്ഫോർമേഷൻ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അതായത് 0നെ ഐയിലേക്ക് മാപ്പ് ചെയ്യണം, മൈനസ് ഐനെ 1ലേക്ക് മാപ്പ് ചെയ്യണം, മൈനസ് 1നെ 0ലേക്ക് മാപ്പ് ചെയ്യണം. അതാണ് അതിൻ്റെ ഐഡിയ. ഓക്കെ. ദി മോബിയസ് ട്രാൻസ്ഫോർമേഷൻ വിച്ച് മാപ്സ് Z1, Z2, Z3 on to W1, W2, W3 respectively is given by W minus W1 into W2 minus W3 divided by W1 minus W2 into W3 minus W equal to Z minus Z1 into Z2 minus Z3 divided by Z1 minus Z2 into Z3 minus Z. Okay. So Z1, Z2, Z3നെ W1, W2, W3ലേക്ക് മാപ്പ് ചെയ്യുന്ന മോബിയസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ഈ രീതിയിൽ ക്രോസ് റേഷ്യോ നമ്മൾ എടുക്കുക. ഓക്കെ. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്യുക പോയിന്റ്സിനെ. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യുക വാല്യൂസ് നമ്മളിവിടെ പുട്ട് ചെയ്യുക. ഓക്കെ. അത് നമുക്ക് വേണ്ടത് W equal to AZ plus B divided by CZ plus D ഫോമിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അതായത് W എന്ന് പറയുമ്പോൾ S of Z equal to AZ plus B divided by CZ plus D. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക വാല്യൂസ് ഇവിടെ പുട്ട് ചെയ്യുക. സോ W മൈനസ് W1 എന്താണ് I ഇൻറ്റു W2 മൈനസ് W3 W2 മൈനസ് W3 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1. ഓക്കെ. divided by W1 minus W2 W1 minus W2 I minus 1 into W3 minus W W3 minus W എന്ന് പറയുമ്പോൾ മൈനസ് W വരും. ഓക്കെ. W2 minus W3 W2 minus W3 ഇവിടെ 1 ആണ്. W minus W1 ഓക്കെ അതിന് അതേപോലെ കീപ്പ് ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു Z മൈനസ് Z1 Z മൈനസ് Z1 എന്താണ് 0 ആണ്. സോ ഇതിനെ Z എന്ന് എഴുതാം. Z ഇൻറ്റു Z2 മൈനസ് Z3 Z2 മൈനസ് Z3 എന്ന് പറയുമ്പോൾ മൈനസ് I മൈനസ് മൈനസ് 1 മൈനസ് I പ്ലസ് 1. ഓക്കെ. 1 മൈനസ് I ഡിവൈഡ് ബൈ Z1 മൈനസ് Z2 Z1 മൈനസ് Z2 ദാറ്റ് മീൻസ് I ഇൻറ്റു Z3 മൈനസ് Z3 എന്ന് പറയുമ്പോൾ മൈനസ് 1 minus 1 minus Z minus 1 minus Z. ഓക്കെ. ഇനി എന്ത് ചെയ്യാം നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. പല രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും റിക്വയർഡ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ. സോ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യാം നെക്സ്റ്റ് W മൈനസ് I ഡിവൈഡ് ബൈ ഇനി മൈനസ് ഡബ്ല്യുവിനെ ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും 1 മൈനസ് I ആവും. ഓക്കെ. സോ W ഇൻറ്റു 1 മൈനസ് I ഈക്വൽ ടു ഇവിടെ 1 മൈനസ് I ഇൻറ്റു Z ഡിവൈഡ് ബൈ I ഇൻറ്റു മൈനസ് 1 മൈനസ് Z. ഓക്കെ. ദിസ് ഇംപ്ലൈസ് നമ്മൾ എന്ത് ചെയ്യാം ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. I മൈനസ് 1 മൈനസ് ഐനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ W മൈനസ് I ഡിവൈഡ് ബൈ W equal to 1 minus I into 1 minus I 1 minus I whole square ആവും into Z divided by I into minus 1 minus Z. Okay.
This implies W minus I divided by W equal to 1 minus I whole square നമ്മൾ expand ചെയ്യാം A square minus 2AB plus B square. I square എന്ന് പറയുമ്പോൾ ഇവിടെ -1 വരും. -1 into Z divided by I into -1 minus Z. Okay. This implies W minus I divided by W into 1 minus 1 എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്യും ഇവിടെ -2I Z ഉണ്ട് ഇവിടെ ഒരു ഐയും താഴെ ഐയും ക്യാൻസൽ ചെയ്യും സോ ഇവിടെ -2 ഉണ്ടായിരിക്കും സോ -2Z divided by ഇവിടെ ഐയും ഐയും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ആരുണ്ടായിരിക്കും -1 -Z ഉണ്ടായിരിക്കും ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് W ഈക്വൽ ടു സംതിങ് എന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക സോ W minus I into -1 minus Z equal to W into -2Z W okay this implies -W minus ZW plus I plus IZ equal to -2ZW. This implies ഇനി W ഉള്ള ടേംസിനൊക്കെ നമ്മൾ ഒന്നിച്ച് വെക്കുക W ഇല്ലാത്ത ടേംസിന് നമ്മൾ ഒന്നിച്ച് വെക്കുക ഓക്കെ സോ ഇവിടെ എന്താണ് W ഉണ്ട് -W minus ZW plus 2ZW equal to എന്തായിരിക്കും W ഇല്ലാത്ത ടേംസ് ഇതാണ് മൈനസ് ഓഫ് ഇനി ഇവിടെ രണ്ട് ടേംസിൽ I ഉണ്ട് അതിന് നമ്മൾ ഔട്ട് ചെയ്യുക മൈനസ് ഓഫ് I into 1 plus Z ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് W നമ്മൾ ഔട്ട് ചെയ്യുക W ഔട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും W into 2Z -1 minus Z equal to minus of I into 1 plus Z okay this implies W into okay ഇവിടെ 2Z minus Z എന്താണ് Z ആണ് okay Z minus 1 equal to minus I into 1 plus Z okay this implies W equal to minus I into 1 plus Z divided by Z minus 1 okay so ഇതിന് നമുക്ക് വേണ്ടിയിരുന്നത് എന്താണ് Z equal to AZ plus B divided by CZ plus D ഫോമിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യും 1 plus Zന് Z plus 1 എന്ന് എഴുതാം ഓക്കെ സോ -1 into Z minus IZ minus I into Z minus IZ minus I into 1 minus I divided by Z minus 1 ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇവിടെ A എന്താണ് -I ആണ് ഇവിടെ B എന്താണ് -I ആണ് ഇവിടെ C എന്താണ് 1 ആണ് D എന്താണ് -1 ആണ് ഓക്കെ സോ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്താണ് W equal to -IZ minus I divided by Z minus 1 ഓക്കെ ഇതായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഓക്കെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0-നെ ഐയിലേക്ക് -I-നെ 1-ലേക്ക് -1-നെ 0-ലേക്ക് മാപ്പ് ചെയ്യണം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ W എന്ന് പറയുന്നത് എന്താണ് Z-ൻ്റെ ഇമേജ് ആണ് Z equal to -IZ minus I divided by Z minus 1 ഓക്കെ സോ S of Z നമ്മൾ Z1 0 പുട്ട് ചെയ്യുക സോ S of 0 എന്തായിരിക്കും Z-ന് 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി -I divided by 0 minus 1 so -I divided by -1 that is equal to I okay so 0-നെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട് ഐയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത എന്ത് ചെയ്യുക -I കൊടുക്കുക S of -I that is equal to -I into -I minus I divided by -I minus 1 okay so ഇവിടെ എന്ത് ചെയ്യും -ഉം പ്ലസ് ആവും I സ്ക്വയർ എന്താണ് -1 ആണ് so -1 minus I divided by -I minus 1 okay ഇനി -I എങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നത് 1-ലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത് ഓക്കെ സോ നമ്മളിതിനെ -I -1 into -1 I സ്ക്വയർ -1 ആണ്
മൈനസ് ഐ ഡിവൈഡ് ബൈ, സോ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചെഴുതിയാൽ എന്തായിരിക്കും? മൈനസ് ഐ മൈനസ് വണ്ണിന് മൈനസ് വൺ മൈനസ് ഐ എന്ന് എഴുതി. സോ എന്തായിരിക്കും? 1ലേക്ക് മാപ്പ് ചെയ്തു. ഓക്കെ, സോ മൈനസ് ഐനെ 1ലേക്ക് മാപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? മൈനസ് വണ്ണിനെ 0ലേക്ക് മാപ്പ് ചെയ്യാൻ നോക്കാം. എസ് ഓഫ് മൈനസ് വൺ ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു മൈനസ് വൺ മൈനസ് ഐ ഡിവൈഡ് ബൈ മൈനസ് വൺ ദാറ്റ്സ് ഈക്വൽ ടു, ഇത് പ്ലസ് ഐ ആവും, ഐ മൈനസ് ഐ ഡിവൈഡ് ബൈ എന്ത് ചെയ്യും? -2. എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ മൈനസ് വണ്ണിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? 0ലേക്ക് മാപ്പ് ചെയ്യും. സോ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള മാപ്പ് എന്താണ്? മോബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. ഓക്കെ.